ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിൽ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ജേണലുമൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു. ഇന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ജേണലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 3:1 എന്ന അനുപാതത്തിൽ ലാഭവും നഷ്ടവും പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലെ പങ്കാളികളാണ് സിമ്മിയും സോനുവും. 2017 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തിലെ ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,50,000 രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നു. താഴെയുള്ള വിവരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് സിമ്മി 30,000, സോനു 60,000. പങ്കാളികളുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് സിമ്മി 30,000 ക്രെഡിറ്റ് ബാലൻസ്, സോനു 15,000 ക്രെഡിറ്റ് ബാലൻസ്. നടപ്പ് വർഷത്തിൽ ഉള്ള പങ്കാളികളുടെ ഡ്രോയിങ്സ് സിമ്മി 20,000, സോനു 15,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു വർഷത്തിൽ 5% നിരക്കിൽ അനുവദിക്കുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് വർഷത്തിൽ 3% നിരക്കിൽ ചുമത്തുന്നു. പങ്കാളികളുടെ ശമ്പളം സിമ്മി 12,000, സോനു 9,000. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും കൂടി തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മറി തയ്യാറാക്കുന്നത് കണക്ക് ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ സിമ്മി 30,000, സോനു 60,000. കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് സിമ്മി 30,000, സോനു 15,000. ഡ്രോയിങ്സ് 20,000, 15,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വർഷത്തിൽ 5% നിരക്കിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നൽകേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. 30,000 ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 1,500. സോനുവിൻ്റേത് 60,000 ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 3,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നടപ്പ് വർഷത്തിൽ പിൻവലിച്ച ഡ്രോയിങ്സിന്മേൽ സ്ഥാപനം ചുമത്തിയ പലിശ 3% നിരക്കിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണേണ്ടത്. 20,000 ഇൻറ്റു 3/100 ഇസ് ഈക്വൽ ടു 600. സോനുവിൻ്റേത് 15,000 ഇൻറ്റു 3/100 450. നടപ്പ് വർഷത്തിലുള്ള പങ്കാളികളുടെ ശമ്പളം സിമ്മി 12,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 1,50,000. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിൽ നമ്മൾ തയ്യാറാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളും അക്കൗണ്ടുകളും ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ജേണൽ നമ്മൾ വരച്ചു വെക്കണം. ജേണൽ. രണ്ടാമത്തതായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മൂന്നാമത്തതായി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നാലാമത്തതായി പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിൽ പങ്കാളികളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് 2 അക്കൗണ്ടുകൾ തയ്യാറാക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ ഒരു പങ്കാളിയുടെ പേരിൽ 2 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. 1 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 ഇനങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. 1 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ, രണ്ടാമത്തതായി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്,
3 ക്യാപിറ്റലിൽ നിന്ന് പിൻവലിച്ച തുക. ഇങ്ങനെ 3 ഇനങ്ങൾ മാത്രമാണ് ക്യാപിറ്റൽ രേഖപ്പെടുത്തുന്നത്. 1 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, 3 വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. മറ്റു എല്ലാ ഇനങ്ങളും പങ്കാളികളുമായി ബന്ധപ്പെടുന്ന മറ്റു എല്ലാ ഇടപാടുകളും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. ഡ്രോയിങ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇത്തരത്തിലുള്ള ഇനങ്ങൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ സിമ്മി 30,000, സോനു 60,000. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുക. 2016 ഏപ്രിൽ 1. ബാലൻസ് ബ്രോഡാൺ. സിമ്മി 30,000, സോനു 60,000. കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് അടുത്തതായി നമ്മൾ രേഖപ്പെടുത്തണം. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ കാണിക്കാം. ഇവിടെ കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയി ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നത്. കറണ്ട് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. സ്വാഭാവികമായും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് എഴുതുക, 2016 ഏപ്രിൽ 1. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ബ്രോഡാൺ ഓപ്പണിംഗ് ബാലൻസ് സിമ്മി 30,000, സോനു 15,000. അടുത്തതായി ഡ്രോയിങ്സും രേഖപ്പെടുത്തേണ്ടത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. നടപ്പ് വർഷത്തിലുള്ള ഡ്രോയിങ്സിന്റെ തുക പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഡേറ്റ് കോളത്തിൽ ക്ലോസിംഗ് ഡേറ്റ് രേഖപ്പെടുത്തുക, 2017 മാർച്ച് 31. ഡ്രോയിങ്സ് സിമ്മി 20,000, സിമ്മി 20,000, സോനു 15,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ജേണൽ എൻട്രി ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 സ്ഥലത്ത് എഴുതണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പിന്തുടരുന്ന പങ്കാളിത്ത സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രേഖപ്പെടുത്തണം. 1. 2. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിമ്മീസ് കറണ്ട് അക്കൗണ്ട് ടു സോനൂസ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ക്ലോസിംഗ് ഡേറ്റിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിമ്മി 1,500, സോനു 3,000. ഇനി ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യമായി നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 1,50,000 രൂപ തന്നിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഉള്ള ജേണൽ എൻട്രി. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 1,50,000 രൂപ എന്ന് രേഖപ്പെടുത്തണം. 1,50,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ക്ലോസിംഗ് എൻട്രി നമ്മൾ കണ്ടു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സിമ്മി 1,500, സോനു 3,000, മൊത്തം 4,500.
അടുത്തത് പാർട്ട്നേഴ്സ് സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. എന്താണ് പാർട്ട്നേഴ്സ് സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രി? ഒന്ന്, പങ്കാളികൾക്ക് സാലറി അനുവദിക്കുമ്പോൾ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സിമ്മീസ് കറണ്ട് അക്കൗണ്ട് ടു സോനൂസ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡില് പാർട്ട്നേഴ്സ് സാലറീസ്, സിമ്മി 12,000, സോനു 9,000. അടുത്തത് പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് സാലറി. പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് സാലറി സിമ്മി 12,000, സോനു 9,000. ടോട്ടൽ എമൗണ്ട് 21,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങുമായും ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങുമായും രണ്ട് ജേണൽ എൻട്രികൾ വരുന്നുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചുമത്തുമ്പോൾ. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രികൾ? സിമ്മീസ് കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ, സോനൂസ് കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്ലോസിംഗ് ഡേറ്റിൽ തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. സിമ്മി 600, സോനു 450. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് രേഖപ്പെടുത്തണം. സിമ്മി 600, സോനു 450, മൊത്തം 1050. എല്ലാ ഇനങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ആദ്യമായി പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്നതിനായി ഇരു സൈഡിലും ഏറ്റവും വലിയ എമൗണ്ട് രേഖപ്പെടുത്തണം. 1,51,050. രണ്ട് സൈഡിലും നമ്മൾ 1,51,050 എന്ന് രേഖപ്പെടുത്തി. ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. കുറച്ചാൽ കിട്ടുന്ന തുക കുറവുള്ള സൈഡിൽ രേഖപ്പെടുത്തുക. ഇതാണ് പങ്കാളികൾക്കിടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കേണ്ട ലാഭം. ഈ ലാഭം പങ്കാളികൾക്കിടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കുന്നു. ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. കാരണം ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്ന ഇനമാണ് പ്രോഫിറ്റ് ഷെയർ. സിമ്മീസ് കറന്റ് അക്കൗണ്ട് എങ്ങനെയാണ് 94,162 കിട്ടിയത്? 1,25,550 ഇൻറ്റു 3/4. സോനൂസ് കറന്റ് അക്കൗണ്ട് 31,388 കിട്ടിയത് 1,25,550 ഇൻറ്റു 1/4. അങ്ങനെയെങ്കിൽ ഇതിനുള്ള ജേണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ഷെയറിനുള്ള ജേണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിമ്മീസ് കറന്റ് അക്കൗണ്ട് ടു സോനൂസ് കറന്റ് അക്കൗണ്ട്. സിമ്മീസ് കറന്റ് അക്കൗണ്ടിന്റെയും സോനൂസ് കറന്റ് അക്കൗണ്ടിന്റെയും ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം. പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് എടുക്കുക. കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റ് ഷെയർ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ് കോളത്തിൽ ക്ലോസിംഗ് ഡേറ്റ് രേഖപ്പെടുത്തുക. അതിനുശേഷം പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രോഫിറ്റ് ആർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതുക. 94,162, 31,388. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ആദ്യം നമ്മൾ സിമ്മിയുടെ അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും രേഖപ്പെടുത്തുക. വ്യത്യാസം കുറവുള്ള സൈഡിൽ എഴുതുക. അതിന് നേർക്ക് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് ക്ലോസിംഗ് ഡേറ്റിൽ രേഖപ്പെടുത്തുക. ഈ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ഡ്രോഡൗൺ ചെയ്തിടുക. 2018 ഏപ്രിൽ 1 ബാലൻസ് ഡ്രോഡൗൺ 1,17,662.
ഇനി സോനുവിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. സിമ്മിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും രേഖപ്പെടുത്തുക. വ്യത്യാസം കുറവുള്ള സൈഡിൽ എഴുതുക. ആ വ്യത്യാസം അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്തിടുക. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ആദ്യം സിമ്മിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അതിനുവേണ്ടി ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും രേഖപ്പെടുത്തുക. വ്യത്യാസം കുറവുള്ള സൈഡിൽ എഴുതുക. അതിന് നേർക്ക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ക്യാരിഡ് ഓൺ ക്ലോസിംഗ് ഡേറ്റിൽ 2017 മാർച്ച് 31. അത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്തിടുക. 2017 ഏപ്രിൽ 1 ബാലൻസ് ബ്രോഡ് ഓൺ. ഇതേപോലെ സോനുവിൻ്റെ അക്കൗണ്ടും ബാലൻസ് ചെയ്യുക. ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും രേഖപ്പെടുത്തുക. വ്യത്യാസം കുറവുള്ള സൈഡിൽ എഴുതുക. അത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്തിടുക. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് പണം പിൻവലിക്കുകയോ ചെയ്യാത്ത പക്ഷം എല്ലാ വർഷങ്ങളിലും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരേ ബാലൻസ് കാണിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.